ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതും ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളതുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്. ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസണേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം. ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ഓക്കെ, വൺസ്. ഓക്കെ, നമുക്ക് നോക്കാം ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്ന ഫീലിങ്സ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. അത്രയും ഒരു ഡീപ്പ് ഡിപ്രഷനിലേക്ക് അവർ മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എത്രമാത്രമാണോ നിങ്ങളോട് അവർ എക്സ്പ്രസ് ചെയ്തിരുന്നത്, പക്ഷേ അതിനേക്കാൾ ഏറെ ഒരു ലോസ് ഫീലിംഗ് അല്ലെങ്കിൽ അത്രയും ഒരു മിസ് ഫീലിംഗ് ഒക്കെ അവർക്കിപ്പോൾ ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത്. ഓരോ നിമിഷവും അവർ നിങ്ങളെ അത്രത്തോളമാണ് മിസ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത്. അവരുടെ ട്രൂ ഫീലിങ്സ് അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്, അത്രമാത്രമാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുള്ള പ്രണയമുള്ളത് എന്നാണ് കാണുന്നത്. അത്രയും ഓവർഫ്ലോയിങ് ലവ് എനർജിയാണ് ഇവിടെ കാണുന്നത്. അതായത് ഈ ഒരു സ്നേഹം അവരുടെ ഉള്ളിൽ ഇത്രയും ഡീപ്പായിട്ടുണ്ട് എന്നുള്ള കാര്യം മേ ബി അവർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് ഈ വ്യക്തി ഇത് റിയലൈസ് ചെയ്യുന്നത് എന്നും വ്യക്തമാണ്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ പ്രണയം അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് ചിലപ്പോൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾസോ അല്ലെങ്കിൽ മറ്റ് ചില ജീവിത സാഹചര്യങ്ങളോ ഒക്കെ വന്നു പോയിട്ടുണ്ട്. അവർ ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് വളരെയധികം ആക്റ്റീവായിട്ടും വളരെയധികം സന്തോഷകരമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടും നിങ്ങൾക്ക് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് അവരിൽ ഉണ്ടാവുന്നുവെങ്കിലും റിയാലിറ്റിയിൽ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. അതായത് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള പ്രണയം അത്രയും ഇൻറ്റൻസ് ആണ്, അത്രയും ഡീപ്പാണ്. ഓക്കെ, ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ് അവരുടെ മനസ്സിലുള്ളത്. കൂടുതലും റൊമാൻറ്റിക് ഫീലിങ്സ് ആണ് അവരിലുള്ളത്. അത്തരം ഫീലിങ്സ് അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നു എന്നുള്ള കാര്യം അവർ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അവരുടെ ആ ഒരു റിയൽ ലവ് മനസ്സിലാകാതെ പോയത്. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ പോലും നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിയുടെ പ്രണയം മനസ്സിലാക്കുന്നില്ല. ഓക്കെ, ആൻഡ് യെസ്, തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തകളുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെൻറ്റ്സും ആ വ്യക്തിയുടെ മനസ്സിൽ ഓരോ നിമിഷവും അവർ ഓർത്തെടുക്കുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ വളരെ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ വളരെ നാളുകളായിട്ട് റിലേഷൻഷിപ്പിലായിട്ടുള്ള വ്യക്തികളായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അത്രയും ഡീപ്പായിട്ടുള്ള കണക്ഷനാണിത്. ഓക്കെ, ആൻഡ്
ഹിഡൻ ഫീലിങ്സ്. ഓക്കെ, ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി പലതവണ അവരതിന് ശ്രമിച്ചിട്ടുണ്ടാകാം. നിങ്ങളെ കോൾ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ മെസ്സേജ് തന്നെ അവരിങ്ങനെ സെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാകും. പക്ഷെ അത്രയും ഒരു കൺഫ്യൂഷനാണ്. അവരെങ്ങനെയാണ് നിങ്ങളിലേക്ക് വരുന്നത്, പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം. ചില വാക്കുകൾ ചിലപ്പോൾ ആ വ്യക്തി പറഞ്ഞു പോയ വാക്കുകളായിരിക്കാം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ ഈ വ്യക്തിക്ക് ഒരു ഭയമാണ്, നിങ്ങളുടെ അരികിൽ വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ, നിങ്ങളവരെ വിശ്വസിക്കുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഈ വ്യക്തിയിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ ടൈം ഇങ്ങനെ നീണ്ടു പോകുന്നത് എന്നാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സ്നേഹം വളരെ സിൻസിയർ ആയിരുന്നു, വളരെ ഇൻറ്റൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹത്തിന് നിങ്ങൾ അർഹിക്കുന്ന ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, തീർച്ചയായിട്ടും ആ വ്യക്തി എത്രത്തോളമാണ് ഈ ഒരു സമയത്ത് മാനസിക സംഘർഷത്തിലായിട്ടുള്ളത് എന്നുള്ളത്, അവരൊരു ടൈഡപ്പ് സിറ്റുവേഷനിലായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല. കാരണം അത്തരം ഫീലിങ്സ് എല്ലാം അവർ നിങ്ങളിൽ നിന്നും നിങ്ങളോട് പ്രകടമാക്കുന്നില്ല, ഹൈഡ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവരെ നിങ്ങൾ നേരിട്ട് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവാണ്. അവർ യാതൊരു തരത്തിലും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾക്ക് വളരെയധികം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി. അതായത് ആ വ്യക്തിയുടെ പ്രണയം എന്താണ്, ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണെന്നുള്ളതെല്ലാം ഈ വ്യക്തി ഹൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ഒരു സമയത്ത്, ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർക്ക് നിങ്ങളോട് വളരെയധികം ഫീലിങ്സ് ഉണ്ടാവുന്നു, വളരെയധികം ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് സോൾ കണക്ഷൻ ഉള്ള വ്യക്തിയാണ്, ഒരു സോൾ ബോണ്ടിങ് ഒക്കെ കാണുന്നുണ്ട്. ഈ ഒരു സമയത്തും ഇപ്പോൾ സെപ്പറേഷൻ ടൈം അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഈവൻ നൈറ്റ് ടൈംസിലൊക്കെ അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർത്ത് തന്നെ സങ്കടപ്പെടുകയാണ്. ഓക്കെ, പക്ഷേ ഏതൊരു സമയത്തും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന് നിങ്ങളുമായിട്ട് ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് ലൈഫിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ലൈഫിൽ നിങ്ങളെ അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ഒരു കിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്യൂനായിട്ടോ ഒക്കെ അവർ കാണുന്നുണ്ട്. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരുന്ന പോലെ നിങ്ങളെ നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു പ്രണയമാണ് നിങ്ങളുടേത് എന്നാണ് കാണുന്നത്. ആ വ്യക്തി വളരെയധികം ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയാണോ നിങ്ങളുടെ മുന്നിൽ വന്ന് അവർ പ്രപ്പോസ് ചെയ്തത് ആ ഒരു രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നിപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുകയാണ്. നിങ്ങളുടെ ഒരു വെൽവിഷറാണ് ഈ വ്യക്തി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, മേ ബി ഒരു സാഹചര്യങ്ങൾ കൊണ്ട് സെപ്പറേറ്റഡ് ആയിപ്പോയ വ്യക്തികളാണ് നിങ്ങൾ എന്ന് കാണുന്നുണ്ട്. പക്ഷേ എങ്കിലും ഏതൊരു സാഹചര്യത്തെയും ഒപ്പോസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രണയത്തിനൊരു പവർ ഉണ്ട് എന്നാണ് കാണുന്നത്. ആ ഒരു സ്നേഹത്തിന് മുന്നിൽ ഈ വ്യക്തി പരാജയപ്പെട്ടു പോവുകയാണ്. ഓക്കെ, നിങ്ങളുടെയും അത്രയും ആഴമേറിയ പ്രണയമാണെന്നുള്ളത് ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ പ്രണയം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വന്ന് ചേരും എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ ഒരു ഡാർക്ക്നെസ്സിലാണെന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു ബ്രൈറ്റ്നെസ് ആണ് നിങ്ങളുടെ ലൈഫിന് മുന്നിൽ വരുന്നത്. അത്രയും ഒരു എനർജിയാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഉണ്ടാവുന്നത് എന്നാണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ആൻഡ് ദെൻ ഈ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? to tell you right now. Okay, let's forget the past and
സ്റ്റാർട്ട് എ ന്യൂ ജേണി. ഓക്കെ, അവരുടെ മെസ്സേജസ് ആണ് ഫസ്റ്റ് കിട്ടിയത് തന്നെ. അത്രയും ഒരു ഡീപ്പായിട്ടുള്ള മെസ്സേജാണ്. അവർക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾ മറക്കാൻ അവർ പറയുകയാണ്. അതുപോലെ തന്നെ ഒരു ന്യൂ സ്റ്റാർട്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ വോണ്ട് ടു റിക്കൺസൈൽ. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് റിക്കൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് കം ബാക്ക് ഇൻ മൈ ലൈഫ്. ഓക്കെ, അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരികെ വരൂ എന്ന് പറയാണ്. ഐ നോ യു ട്രസ്റ്റ് മീ. ഓക്കെ, നിങ്ങൾ അവരെ ട്രസ്റ്റ് ചെയ്യും എന്ന് അവർക്കറിയാം. എവറി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രഷ്യസ് ഫോർ മീ. നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഓരോ മൊമെൻറ്റ്സും അവർക്ക് അത്രയും പ്രഷ്യസ് ആണ് എന്ന് പറയുകയാണ്. ആൻഡ് ഐ കാൺട്ട് സീ യു ക്രൈങ്. നിങ്ങളെ ഒരിക്കലും സങ്കടപ്പെട്ട് കാണാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ആൻഡ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു ഫ്രണ്ട് മാത്രമല്ല. ഓക്കെ, പലർക്കും ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഫ്രണ്ട്ഷിപ്പിൽ നിന്നുമായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളൊരു ഫ്രണ്ട് മാത്രമല്ല. മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു. നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിന് യാതൊരു മൂല്യവും ഇല്ല എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. ഐ കാൺട്ട് ഇമാജിൻ മൈ ലൈഫ് വിത്തൗട്ട് യു. നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ്. ഓക്കെ, ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഐ ആം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട്. ഓക്കെ, അവരുടെ ഹൃദയം എന്താണ് പറയുന്നത് എന്നവർ കേൾക്കാൻ ശ്രമിക്കുന്നു. ഐ ക്യാൻ ഫീൽ യുവർ ലവ്. നിങ്ങളുടെ പ്രണയം അവർക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നു. ആൻഡ് ഐ നോ യു മിസ് മീ. ഐ ആം ഇൻകംപ്ലീറ്റ് വിതൗട്ട് യു. ഓക്കെ, നിങ്ങളും അവരെ മിസ് ചെയ്യുന്നു എന്നവർക്കറിയാം. അവരുടെ ലൈഫ് നിങ്ങളില്ലാതെ കംപ്ലീറ്റ് ആവുന്നില്ല. ആൻഡ് ഫൈനലി ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. ഓക്കെ, ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരും എന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ് എന്ന്. അത്രയും ആ വ്യക്തി നിങ്ങളെ ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് എന്നും നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ്. ഓക്കെ, നമ്പർ 16 ടീച്ചർ. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം. ലെറ്റർ ഡി. ലെറ്റർ പി ടോക്ക്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിലൊരു കമ്മ്യൂണിക്കേഷനുള്ള സാധ്യതയായിരിക്കാം. ആൻഡ് ഗവൺമെൻറ് സർവീസ്, ഗവൺമെൻറ് ജോലിയുള്ള വ്യക്തികളുണ്ടാവാം. ഹെൽത്ത് പ്രോബ്ലംസ് ഈ ഒരു സമയത്തുള്ള വ്യക്തികൾ കാണുന്നുണ്ട്. ലോയർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കാം. യെല്ലോ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാവാം. ദിസ് വീക്ക്, ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ചാരിറ്റി കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തിയാണ്. നമ്പർ 1 ഐസ്, കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തിയാണ്. മേ ബി നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം. കെയറിങ്, ഒരുപാട് കെയറിങ് ആയിട്ടുള്ള ബിഹേവിയർ ഉള്ള വ്യക്തിയാണ്. ഒക്ടോബർ മന്ത് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ്. ലോങ് ഹെയർ ആണ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ. ലവബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. ലെറ്റർ ബി. സെൻസിറ്റീവ് ആണ്. 777. ഓക്കെ, നമ്പർ 20 639 എന്നുള്ളൊരു നമ്പർ ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഏഞ്ചൽ നമ്പറാണത്. നമ്പർ 10 ലെറ്റർ സി റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈഗോ, നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ലെറ്റർ എഫ്. നമ്പർ 12 ലെറ്റർ ഇ. ഓക്കെ, വിത്തിൻ അവേഴ്സ്. ഓക്കെ, ഒരു പോസിബിലിറ്റി ആണ് കിട്ടിയിട്ടുള്ളത്. നമ്പർ 13 ലെറ്റർ ജെ. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തികളായിരിക്കാം. ദിസ് മന്ത്. ഓക്കെ, ജനുവരി മന്ത്. ഓക്കെ, ജൂൺ മന്ത്. ലെറ്റർ എസ്. ആൻഡ് ഫൈനലി ട്രൂ ലവ്. ഓക്കെ, ഇതൊരു യഥാർത്ഥ പ്രണയമാണ് ഈ വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങളോടുള്ളത്. ഒരു
നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു പ്രണയമാണെന്നുള്ളതാവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.